മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. അപ്പൊ ഷാജി പറയാണ് ഞങ്ങക്ക് മതമാണ് 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 പ്രശ്നം എന്നുള്ളത്. ഇവര് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ. ഈ മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ വർഗീയവാദികള്. മുസ്ലിം ലീഗുകാർ, ജമാഅത്തുകാരും RSSകാരും. നമ്മളെപ്പോഴും പറയുന്ന കാര്യം അത്. മുസ്ലിം ലീഗുകാര് നമ്മളിപ്പോ ഇവർക്കും വർഗീയത പറയാം, കാണിക്കാം. ചൂണ്ടിക്കാണിച്ച നമ്മൾ വർഗീയവാദികളായി. സജി ചെറിയാന് പറ്റിയ പോലെ മൂപ്പര് എന്തായാലും പിൻവലിച്ചു. പക്ഷെ ഞാൻ മൂപ്പരെ കൂടെ തന്നെ. മൂപ്പര് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല. മുസ്ലിം ലീഗുകാരെ നമ്മള് വർഗീയവാദികളൊന്നും, അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പോലൊരു സമുദായത്തിനെ മൊത്തം വർഗീയവാദികളാക്കി എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. അതിലൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. അപ്പോ ജമാഅത്തുകാർ പറയാണ് ഞാൻ ഇവിടെ ഇസ്ലാമിക് രാജ്യമാക്കണം, ഇസ്ലാമിലൂടെയാണ് ഇന്ത്യക്ക് മോചനം. RSS പറയണം ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കണം. ഇതൊക്കെ ഇവിടെ നടപ്പിലാവോ? ഈ ജമാഅത്തുകാർ ഇവരൊക്കെ മറ്റു മതസ്ഥർക്ക് കൊടുക്കണത് എന്താ? ഇവിടെ എല്ലാവരും ജീവിക്കണ്ടേ? ഇവിടെ ക്രിസ്ത്യനും മുസൽമാനും ഹിന്ദു ഒക്കെ അന്യോന്യമായി ജീവിക്കേണ്ട നാടല്ലേ? ആ നാട്ടിൽ എങ്ങനെ ഈ ഒരു നിലപാടെങ്ങനെ, അല്ലെങ്കിൽ ഈ ആശയം ഇവിടെ നടപ്പിലാവോ? ഇല്ല, ഇവിടെ നടപ്പിലാവാൻ പോകില്ല. ഇത് മതേതര ഇന്ത്യയാണ്, മതേതര കേരളമാണ്. എന്നിട്ട് മുസ്ലിം ലീഗുകാർ പറയും ഞങ്ങൾ മതേതര പറഞ്ഞു. ഏത് അടുപ്പിലെ മതേതര പൊക്കി പിടിക്കണത്? ഇവര് എന്താണെന്ന് അറിയാം. ഇവരെ പേരിനെടുത്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഈ പറഞ്ഞ 3 ആൾക്കാർ ഞങ്ങൾ വിമർശിക്കും. ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, ഞങ്ങൾക്ക് എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഞങ്ങളെല്ലാ കാലത്തും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആരോടും മതം ചോദിക്കാനും പോകില്ല, ജാതി ചോദിക്കാനും പോകില്ല. മുസ്ലിം ലീഗുകാരൊക്കെ വർഗീയത കാണുന്നുണ്ടെങ്കിൽ വോട്ടിന്റെ തലേന്ന് മലപ്പുറം ജില്ലയ്ക്ക് ഒന്ന് വന്നാൽ മതി. ഇവരെ പച്ച വർഗീയത കാണാം. ഇവര് പറയുന്ന നോക്കണ്ട, ഇവര് പറച്ചില് വലിയ മതേതര, ഒരു ഒലക്കിയില്ല.